ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൗണ്ട് ഓഡിയോസ്. പുതിയൊരു ആംപ്ലിഫയറിന്റെ വിശേഷമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ ഈ ആംപ്ലിഫയർ നമ്മുടെ കൃഷ്ണചേട്ടന്റെ ആംപ്ലിഫയർ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അദ്ദേഹം ഓർഡർ വന്നിട്ട് ഒരു വർഷത്തോളമായി, ഒരു വർഷത്തിന് മേളിലായി ഏകദേശം ഓർഡർ വന്നിട്ട്. അപ്പൊ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തത് കുറെ ആയിട്ട് കംപ്ലീറ്റിംഗ് പല പല സ്റ്റേജിൽ നിർത്തി. അത് റിമോട്ട് കിറ്റ് ആണ് പ്ലാൻ ചെയ്തത്. പിന്നെ റിമോട്ട് കിറ്റ് ഞാൻ മാറ്റി. എനിക്ക് ഒരു ഓഡിയോ ക്വാളിറ്റി തോന്നാത്തതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്. നമുക്ക് എപ്പോഴും ഫുള്ളി അനലോഗ് സിസ്റ്റം ചെയ്യുന്ന ഒരു ഓഡിയോ ക്വാളിറ്റി ആ റിമോട്ട് കിറ്റിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 2 ബോക്സസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ബോക്സസിൽ നിന്നും കിട്ടുന്നതിന് പരിധിയുണ്ട്. അപ്പൊ നല്ല ബോക്സസ് ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ഡീറ്റെയിൽസ് ഇതിൽ കേൾക്കാൻ പറ്റും. ഞാനിപ്പോ അത്യാവശ്യം തരക്കേട് ചെയ്തിട്ട് 2 ഡൂബി സൗണ്ട്സിന് 2 ബോക്സസ് വെച്ചിട്ട് ഞാൻ ഇതിന്റെ ട്രയൽ ഡെമോ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പൊ ഇങ്ങനത്തെ ആംപ്ലിഫയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു സ്പെക്കാണ്. ഇതിന്റെ ഇന്റേണൽ ഡീറ്റെയിൽസിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിന്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് കാര്യങ്ങൾ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 വാട്ട്സിൽ സബ് ബൂഫർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 500 വാട്ട്സിൽ 2 ഓംസിൽ ലോഡ് ചെയ്യാൻ പറ്റുന്ന സബ് ബൂഫർ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 100+100 വാട്ട്സിൽ ഈച്ച് ചാനൽസിനും 100 വാട്ട്സ് വെച്ചിട്ട് നമ്മുടെ സ്വന്തം ബോർഡാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ബോർഡ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിന്റെ ഇന്റർണൽ വ്യൂ കാര്യങ്ങൾ കൂടുതൽ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അത്ര കോംപ്ലിക്കേറ്റഡ് ആംപ്ലിഫയർ അല്ല, നമ്മൾ സാധാരണ കാണിക്കുന്ന ഒരു ആംപ്ലിഫയർ. അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ വീഡിയോ പെട്ടെന്ന് ചുരുക്കണം. ഇപ്പൊ കുറച്ച് മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ, അത് കഴിഞ്ഞ് ഇതിപ്പോ 3-4 ആംപ്ലിഫയറുകളുടെ വർക്ക് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് വീഡിയോ ചുരുക്കി ചെയ്യാന്ന് ഓർത്തിട്ടാണ്. പക്ഷേ നിങ്ങളിലേക്ക് എത്തിക്കണം, ഈ മോഡൽ നമ്മൾ ചെയ്യാത്തതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഓർത്തിട്ടാണ്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഡയൽ വരുന്നത് മാറ്റി ഗ്ലോസി ഫിനിഷിംഗ് തന്നെ നമ്മൾ മുന്നിലത്തെ ഒരു വീഡിയോയിൽ ചെയ്തിരുന്ന സബ് ആംപ്ലിഫയറിന്റെ അതേ ഒരു മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വഞ്ചനാദികളൊന്നുമില്ല. ഈ ഏരിയ ഫുള്ള് മാറ്റും. ഇതിനകത്ത് 2 ഗ്ലോസി ലൈൻസ് മാത്രമാണ് നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പവറിന്റെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ഒരു USB പ്ലെയർ കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഫ്ലാഗ് വേവ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു USB പ്ലെയർ ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഓപ്ഷൻസ് ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ USB ഇടാൻ പറ്റും, ബ്ലൂടൂത്ത് കിട്ടും, നമുക്ക് മൈക്രോ SD കാർഡ് ഇടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് ബ്ലൂടൂത്തും കണക്ട് ചെയ്യാൻ പറ്റും. ഇത്രയാണ്. പിന്നെ FM റേഡിയോ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് FM റേഡിയോയുടെ ഔട്ട്പുട്ട് ആന്റിന ഞാൻ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ എടുത്ത് ആന്റിന കണക്ട് ചെയ്ത് FM ട്യൂൺ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് കിടക്കുന്ന ഒരു റോട്ടറി സെലക്ടർ ആണ്. അതിൽ USB എന്നും പറഞ്ഞ് TV എന്നും ഒപ്റ്റിക്കൽ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് TV അനലോഗ് ആണെങ്കിൽ അനലോഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ല ഒപ്റ്റിക്കൽ ആണെങ്കിൽ ഒപ്റ്റിക്കലിന്റെ ഒരു ഡിവൈസ്, ഒപ്റ്റിക്കൽ കോയാക്സിൽ ഒരു ഡിവൈസ് ഞാൻ ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇന്റർവ്യൂ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തു തരാൻ വേറെ ഹെൽപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഇന്റർവ്യൂ കാണിച്ചു തരാതെ, ഞാൻ സെൽഫായിട്ട് എടുക്കുന്നതാണ്. അപ്പൊ അടുത്ത വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ചാനലിന്റെ വോളിയം വരുന്നുണ്ട്, ബാസ് മിഡ് ട്രബിൾ വരുന്നുണ്ട്, സബ് ഓഫർ വോളിയം വരുന്നുണ്ട്. ഇത്രയാണ് ഇതിന്റെ ഇൻഡിപെൻഡന്റ് വോളിയംസ് വരുന്നത്. പിന്നെ അടുത്ത് വരുന്ന ഒരു മാസ്റ്റർ കൺട്രോൾ ആണ്. എല്ലാത്തിന്റെയും കൂടെ ഒരുമിച്ച് കൂട്ടാൻ പറ്റിയിട്ട് മാത്രമായിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്ന ഒരു മാസ്റ്റർ കൺട്രോൾ. ഇത്രയാണ് ഇതിന്റെ ഫ്രണ്ട് ഡയലിൽ വരുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലാണെങ്കിൽ സ്പീക്കർ കണക്ടേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ബനാന സോക്കറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സ്പീക്കർ കണക്ടേഴ്സിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ ബാക്കിൽ ഒരു ഒപ്റ്റിക്കൽ കൊയാക്സിൽ ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിന്റെ കാര്യങ്ങൾ പറയുന്നത്. പവർ ഫീച്ചേഴ്സ് ആദ്യം പറഞ്ഞ പോലെ തന്നെ 100+100 വാട്ട്സ്, അതുപോലെ തന്നെ 500 വാട്ട്സ് 2 ഓംസിൽ കിട്ടുന്ന രീതിയിലാണ് ഈ ആംപ്ലിഫയർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയാനായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ടോൺ കൺട്രോൾ, നമ്മുടെ സ്വന്തം പേരിലുള്ള ടോൺ കൺട്രോൾ ഞാൻ മുന്നിലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ടോൺ കൺട്രോൾ ഒരു സെക്കൻഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ടോൺ കൺട്രോൾ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ടോൺ കൺട്രോൾ. നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ തന്നെ ടോൺ കൺട്രോൾ ആണ്. ഇപ്പൊ ഇൻ കേസ് ഈ ആംപ്ലിഫയർ കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ചത്. ഇത്രയാണ്. ഇത് ബാക്കിൽ വയേഴ്സ് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ക്യാമറ ഇങ്ങനെ എടുത്ത് പിടിക്കാനോ ഷൂട്ട് ചെയ്ത് തരാനോ ഹെൽപ്പുള്ള ആളില്ല. അപ്പൊ ഈ ടോൺ കൺട്രോൾ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ചാനൽ ബോർഡ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഓൺ മൈക്കിന് ഈ ടോൺ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ചാനൽ ബോർഡ്. ഇതിന് അത്യാവശ്യം സബ് ഊഫർ ഒന്നും വേണമെന്നില്ല. അല്ലാതെ തന്നെ നല്ല ബോക്സസ് ആണെങ്കിൽ നല്ല ബേസ് റെസ്പോൺസ് തരുന്ന ബോർഡാണ്. ബോർഡ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ബോർഡായിട്ട് ഞാൻ കൊടുക്കാറില്ല. ഞാൻ ബോർഡ് അസംബിൾ ചെയ്ത് സെറ്റ് ചെയ്തേ കൊടുക്കാറുള്ളൂ. ഇതിന്റെ ഹീറ്റ്സിംഗ് ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അത്യാവശ്യം നല്ല ഹെവി ഹീറ്റ്സിംഗ് ആണ്. നല്ല ലീഫിന്റെ ഒക്കെ തിക്നെസ്. ഇപ്പൊ മഹാരാജയുടെ നമ്മുടെ സബ് ബോർഡ് മേടിക്കുന്ന അതേപോലത്തെ ഹീറ്റ്സിംഗ് ആണ്. പക്ഷെ അതിനേക്കാൾ തിക്നെസ് കൂടിയ ഹീറ്റ്സിംഗ്സ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ അപ്പെക്സ് സീരീസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ടോട്ടൽ ഡീറ്റെയിൽസ്. ഇതിന്റെ പവർ സപ്ലൈ സ്റ്റേജിലേക്ക് നോക്കി കഴിഞ്ഞാൽ 15000 MFT കപ്പാസിറ്റർ നമ്മൾ, സബ് സ്റ്റേജിന് 10000 MFT കപ്പാസിറ്റർ നമ്മൾ ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സബ് ഫിൽറ്റർ നമ്മുടെ 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. സബ് ഓഫറിന് വേണ്ടിയിട്ട് മഹാരാജയുടെ ബോർഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
പവർ സപ്ലൈ സ്റ്റേജിൽ ടോൺ കൺട്രോൾ സോറി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒപ്റ്റിക്കലിന് ഇതിനും വേണ്ടിയിട്ട് വേറെ പവർ സപ്ലൈ സ്റ്റേജും കൂടി നമ്മൾ അതിനകത്ത് എടുത്തിട്ടുണ്ട്. ടൈപ്പ് 16 3.5 ഇഞ്ച് ട്രാൻസ്ഫോമർ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യങ്ങൾ. എടുത്ത് കാണിക്കാത്ത കൊണ്ടുള്ളൊരു